യൂബീസ് ക്രിയേറ്റീവ് ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് കണ്ടോ, നമ്മുടെ കുഞ്ഞു നന്ദിയാർവട്ടത്തിൽ നിറയെ പൂക്കളുണ്ടായിരിക്കുന്നത്. ഇതിന് മാത്രമല്ല കേട്ടോ, വേറെയും ചെടികളിൽ നല്ലപോലെ പൂക്കളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പൂക്കൾ ഇങ്ങനെ നിറഞ്ഞുണ്ടാവും. പൂക്കൾ മാത്രമല്ല, ചെടികൾ നല്ല കരുത്തോടെ വളരാനും ഒക്കെ ഒരു ചെറിയൊരു സൂത്രം ഇന്ന് ഞാൻ പ്രയോഗിച്ച് കാണിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വീഡിയോ കണ്ടിട്ട് വരാം. കണ്ടോ, എല്ലാ ചെടികളിലും പൂക്കളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഓണക്കാലമൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് പൂക്കളമൊക്കെ ഒരുക്കാൻ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വിലയ്ക്ക് വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ. കണ്ടോ, വിങ്ക റോസിലൊക്കെ നിറയെ പൂക്കളുണ്ട്. അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ചെമ്പരത്തി എല്ലാം നല്ലപോലെ പൂത്ത് നിൽപ്പുണ്ട്. ഉണ്ട്, എല്ലാത്തിലും ബോൾസത്തിലും ഒക്കെ പൂക്കളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് നോക്കാം. ഇത് നോക്കിയേ, ഇതാണ് ഞാൻ പറഞ്ഞ സൂത്രം. നമ്മുടെയൊക്കെ വീട്ടിലുള്ളതാണ്. ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എന്താണെന്ന്. ഉണ്ടോ, നമ്മുടെ അലോവേരയാണ് കേട്ടോ. നമുക്ക് ഒരു മുടക്കമില്ല. അപ്പോൾ ഇത് നമ്മൾ അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്കൊന്ന് വേണമെങ്കിൽ ഒന്ന് കൈ ഉണ്ടെന്ന് നല്ലതായിട്ട് ഒന്ന് ഞെരടി എടുക്കാം. അപ്പോൾ അതിൻ്റെ ആ എല്ലാം സത്തുകളെല്ലാം ഇതിനകത്തേക്ക് വീഴും. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ചേർക്കേണ്ട വരും കേട്ടോ. ഒരു ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കണം. ഇത് വെച്ചിട്ട് 5 ദിവസം ആയതാണ് കേട്ടോ. നന്നായി ഇത് നല്ലപോലെ ഇത് അലിഞ്ഞ് ചേർത്തിട്ടുണ്ട് വെള്ളത്തിൽ. അപ്പം നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇത്രയും തന്നെ വെള്ളം ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. ഇത് കണ്ടോ, ഇപ്പോൾ ഇതാണ് എൻ്റെ ആദ്യത്തെ ഈ ചെടികളുടെ അവസ്ഥ. കണ്ടോ, വലിയ അധികമൊന്നും കരുത്തില്ല, പൂക്കളില്ല, ഇങ്ങനെ ചെറിയ തൈയായിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെ നിന്ന തൈയിലാണ് ഞാനിത് ഈ വളം പ്രയോഗിച്ചത്. കണ്ടോ, ഇത് നമുക്കിനി കുറച്ച് വീതം ചെടികളിൽ ഒഴിച്ചു കൊടുക്കാം. മഴക്കാലമായതുകൊണ്ട് ഒരു കുറച്ച് ഞാൻ ഒത്തിരി മാറ്റിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും ചുവട്ടിലും കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് ഞാനിവിടെ എൻ്റെ കയ്യിൽ കുറേ അലോവേര ഉണ്ട്. ഞാൻ ഇങ്ങനെ അലോവേര ഒത്തിരി ചട്ടികളിൽ വളർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഒരു അലോവേരയിൽ നിന്ന് നമ്മൾ ഒരു 2 തണ്ട് ഇതിനകത്ത് നിന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതിന് കൂടുതൽ ചെടികളുണ്ടെങ്കിൽ കൂടുതൽ നമുക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ 2 തണ്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. 2 തണ്ട് എടുത്തിട്ട് ഇത് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൻ്റെ മുള്ളു പോലും കളയേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഒരു കറയുണ്ടല്ലോ, അതൊന്നും കളയണ്ട. ഇങ്ങനെ ചെയ്യാനായിട്ട് ഒന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്തെല്ലാം എടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക്, ചില്ല് പാത്രമാണ് ഇപ്പോഴും നല്ലത് കേട്ടോ, പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിനകത്ത് നമുക്ക് നിൽക്കുന്നത്രയും നിൽക്ക വെള്ളം ഒഴിച്ചു വയ്ക്കണം. ഒഴിച്ചു വെച്ചിട്ട് ഇതൊന്ന് മൂടി വെക്കണം കേട്ടോ. മൂടി വെച്ചില്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രാണികളൊക്കെ ഇതിനകത്ത് കയറും. നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് 5 ദിവസം കഴിയുമ്പോൾ എടുത്തതാണിത്. 5 ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഉണ്ടോ, ഇതുപോലെ ഇരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് വേണമെങ്കിൽ നമ്മൾ മിക്സിയിലിട്ട് അടിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്ത് ഞാനിപ്പോൾ മിക്സിയിലിട്ട് അടിക്കുന്നില്ല, കൈകൊണ്ട് നല്ലപോലെ ഞെരടി പിഴിഞ്ഞെടുക്കുന്നേ ഉള്ളൂ. ഇതുപോലെ ഞെരടി പിഴിഞ്ഞ് അങ്ങോട്ട് എടുത്താൽ മതി. ആ തൊണ്ട് നമുക്ക് വേസ്റ്റ് കളയേണ്ട ആവശ്യമില്ല, അതിൽ തന്നെ കിടന്നോട്ടെ. ഇനി നിങ്ങൾക്ക് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാനാണെങ്കിൽ ഇത് അരിച്ചെടുത്തിട്ട് വേണം സ്പ്രേ ചെയ്യാനായിട്ട്. ഇത് ഞാൻ ഇപ്പോൾ ചുവട്ടിലൊഴിച്ച് കൊടുക്കുന്നേ ഉള്ളൂ. സ്പ്രേ ചെയ്തും കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ആ വെള്ളം നല്ലതുപോലെ ഇരട്ടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെടികളിലൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇത് ഒരു 4 തവണ ഞാൻ ചെയ്തതാണ് കേട്ടോ. ഇതിപ്പോൾ ആദ്യം ഇതാണ് പൂക്കളോ മുട്ടുകളോ ഒന്നുമില്ല, ഇതിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഞാനിത് പ്രയോഗിച്ചത്. അപ്പോൾ നമ്മുടെ ചെടികളിലൊക്കെ ഇഷ്ടം പോലെ പൂക്കളും മുട്ടുകളും ഒക്കെ ഉണ്ടാകാനും നല്ലപോലെ ചെടികൾ കരുത്തിൽ വളരാനും ഒക്കെ ഈ ഒരു ഒറ്റ വളം മാത്രം നമ്മൾ പ്രയോഗിച്ചാൽ മതി. നമുക്ക് കടയിൽ നിന്നും വളം മേടിച്ച് പൈസ കളയേണ്ട ഒരാവശ്യമില്ല. അലോവേര നമ്മൾ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുക. അറിയാമല്ലോ, അലോവേര മഴക്കാലമാകുമ്പോഴത്തേക്കും അത് ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി മഴ കൊള്ളാതെ ഒന്ന് മാറ്റി വയ്ക്കണം. അപ്പോൾ നമ്മൾ ഇത്തവണ ഇപ്പോൾ ഇത് ചെയ്തിട്ട് ഈ പാത്രത്തിൽ തന്നെ വീണ്ടും നമ്മൾ ഇട്ട് വയ്ക്കുക. അങ്ങനെ ഒരു 3-4 തവണ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ചെടികളിലെല്ലാം നല്ലപോലെ ഇഷ്ടംപോലെ ഇലകളും പൂക്കളും ഒക്കെ നിറഞ്ഞു വരും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കണം. കണ്ടോ, നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ടോ നമ്മുടെ കുഞ്ഞു നന്ദിയാർവട്ടം. ഇത് ചെറിയ ചെറിയ തൈകളിൽ വെച്ച് ഞാൻ പിടിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.